നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മോശമായ ഒരവസ്ഥ മലപ്പുറം ജില്ലയിലും നമ്മുടെ പ്രദേശത്തുമൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. SSLC റിസൾട്ട് വരുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണമാകുന്ന 2-3 സ്കൂളുകളുടെ പേരുകൾ നമ്മുടെ പ്രദേശത്തുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും മോശം ശതമാനം കാണിച്ചിരുന്നത് നമ്മുടെയൊക്കെ വിദ്യാലയങ്ങൾ ആയിരുന്നു. ഇന്ന് അവിടങ്ങളിലൊക്കെ ഉണ്ടായ വളർച്ച നമ്മൾ വിലയിരുത്തേണ്ടതില്ലേ? ഇന്ന് അവിടങ്ങളിലൊക്കെ വലിയ പുരോഗതി ഉണ്ടായി. ഓരോ ഷെഡുകൾ മാറി, ഓടിയിട്ട കെട്ടിടങ്ങൾ ഒഴിവാക്കി ആധുനിക അല്ല അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി. വിദ്യാഭ്യാസ രംഗത്ത് ശക്തി പകർന്ന പ്രവർത്തനങ്ങളുടെ പിന്നിലെ ഏത് കരകളെയും നമ്മൾ അഭിനന്ദിക്കേണ്ടത് ആവശ്യമല്ലേ? അങ്ങനെ ഓരോ തലങ്ങളിലെടുത്താൽ കുടിവെള്ളം വലിയൊരു വിഷയമാണ് എന്ന് മനസ്സിലാക്കി അതിനാവശ്യമുള്ള പണമനുവദിച്ച് അത് നൽകുവാൻ അതിന് ഉദ്ഘാടന കർമ്മം വരെ നിർവഹിച്ചു കഴിഞ്ഞു. അങ്ങനത്തെ ഘട്ടത്തിൽ ഇരുന്നു. കായിക പ്രേമികൾക്ക് കുറെ കാലത്തെ ആശ്വാസം, അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന തരത്തിൽ തിരൂരിലെ സ്റ്റേഡിയവും മറ്റുള്ള പ്രദേശങ്ങളിൽ സ്റ്റേഡിയം ഒരുക്കുവാനും ഒക്കെ കാണിച്ച താല്പര്യം ചെറുതായി നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോ തിരൂരിന് മാത്രമല്ല, തിരൂരുമായി ബന്ധപ്പെട്ട് യാത്രക്ക് ഒരുങ്ങി വരുന്ന ആളുകൾക്ക് മുഴുവൻ, ഈ ജില്ലക്കാർക്ക് മാത്രമല്ല, ജില്ലക്ക് പുറത്തുനിന്ന് ഗതാഗതവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ആളുകൾക്ക് തിരൂരിലെത്തുമ്പോഴുണ്ടാകുന്ന ശ്വാസം മുട്ടും ചെറുതല്ലല്ലോ. വലിയ വാഹനക്കുരുക്ക്, മണിക്കൂറുകൾ ചെലവാക്കേണ്ടി വരും. കൊറോണ കാരണം കല്യാണങ്ങളുടെയൊക്കെ ഒന്ന് അളവ് ചുരുങ്ങിയതുകൊണ്ട് കുറച്ചൊരാശ്വാസം ഉണ്ടായില്ലെങ്കിൽ പോലും വീണ്ടും അത് ശക്തിപ്പെട്ടു വരികയാണ്. മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട സന്ദർഭങ്ങൾ ഗതാഗത രംഗത്ത് ഈ മേൽപ്പാലങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവല്ലുണ്ടായി. മമ്മൂട്ടി സാഹിബിന്റെ ശ്രമഫലമായി തന്നെയാണ് ഈ 3 മേൽപ്പാലങ്ങളും തുറക്കം കുറിക്കുകയും പാലങ്ങളുടെ പണി പൂർത്തിയാക്കുകയും ചെയ്തത്. എന്നാൽ പണി പൂർത്തിയാക്കിയിട്ടും ആ പാലങ്ങൾ പൊതുജനത്തിന് ഉപയോഗിക്കുവാൻ തരപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വേദന. അതിനനുബന്ധമായി വരേണ്ട സൗകര്യങ്ങൾ, അപ്രോച്ച് റോഡ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ എന്തിന് MLA ഒരു ദിനം സമരമിരിക്കുന്ന ഒരു സന്ദർഭം പോലും ഉണ്ടായി. അങ്ങനത്തെ ഖേദകരമായ ധാരാളം വിഷയങ്ങൾ. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്തംഭിച്ചു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അനുബന്ധമായി വരേണ്ട വളർച്ചകൾ നമുക്ക് കൈവരിക്കേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള ഒരു പരിശ്രമം നടത്താനാണ് സത്യത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധിയാക്കാൻ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ കുറെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി. പിന്നെ കൈമലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ വളർത്തിയ ജനങ്ങളാണ് ഈ മണ്ഡലത്തിലുള്ളത്. അവരുടെ പ്രോത്സാഹനങ്ങളും അവരുടെ വിമർശനങ്ങളുമാണ് എനിക്ക് കരുത്തു പകർന്നത്. കുട്ടിക്കാലം മുതൽ ഞാൻ കൽപ്പകഞ്ചേരി ഹൈസ്കൂളിലാണ് 5ാം ക്ലാസ് മുതൽ പഠനം നടത്തിയത്. എനിക്ക് നാട്ടുകാരിൽ നിന്നും എന്റെ വന്യരായ അധ്യാപകരിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ ചെറുതല്ല. എന്റെ ഈ വളർച്ചയിൽ അങ്ങനെ ഒന്നുണ്ട് എങ്കിൽ അതിനു പോലും പങ്ക് എന്റെ അധ്യാപകന്മാർക്കും എന്റെ നാട്ടുകാർക്കും ഉണ്ട്. എന്നെ വിമർശിച്ചും എനിക്ക് നിർദ്ദേശങ്ങൾ തന്നു, എന്നെ തിരുത്തി നേരെ ചൊവ്വെ എന്നെ കൊണ്ടുപോകാൻ പരിശ്രമിച്ച എന്റെ നാട്ടുകാർ. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസം ഉള്ളവർ പോലും എന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈ കരുനാത്തുകൊണ്ടിനെ മറക്കാൻ കഴിയാത്ത ഒരാളാണ് KSW മാസ്റ്റർ. എന്നെ നേരിട്ട് പഠിപ്പിച്ചിട്ടില്ല, ക്ലാസ്സിൽ ഒരിടത്തും അദ്ദേഹം അധ്യാപകനായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ധാരാളം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾക്ക് വിരുദ്ധനാണ്, അതിനെതിരാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിട്ടും വിദ്യാർത്ഥി പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തായപ്പോൾ പോലും ഓരോ സന്ദർഭങ്ങളിൽ എന്റെ ചുമലിൽ കൊട്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ CPM നേതാക്കന്മാരായിട്ടുള്ള മരിച്ചുപോയ പല ആളുകളുണ്ട്. സ്വകാര്യമായി വന്നു
ചില പ്രസ്താവനകൾ, ചില അഭിപ്രായങ്ങൾ അത് കേട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സ്വകാര്യമായി എന്നെ അഭിനന്ദിക്കുകയും ചെയ്ത ധാരാളം സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ എന്റെ വളർച്ചയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന്റെ ഒരു അംഗമാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. പക്ഷേ ഈ മത്സരരംഗത്ത് ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിലും ഞാൻ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും പ്രതിനിധിയാണ് എന്ന ബോധത്തോടു കൂടി തന്നെയാണ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ളത്. മത്സരിച്ച് വിജയിച്ചാൽ മുഴുവൻ ജനങ്ങളുടെയും ജനപ്രതിനിധിയായി മാറും എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് തന്നെ ഞാൻ ഇവിടുത്തെ മുഴുവൻ ആളുകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന ഭാവത്തിൽ തന്നെയാണ് മനസ്സും എന്റെ ഭാവവും എല്ലാം ഉള്ളത് എന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് അവരുടെ ജനങ്ങളുടെ ഈ കിട്ടിയ വിമർശനങ്ങളും ഈ കിട്ടിയ നിർദ്ദേശങ്ങളും ഒക്കെ ഇനിയും എനിക്ക് കിട്ടേണ്ടതുണ്ട്. ഞാൻ അവരെ അടിയിൽ പ്രവർത്തിക്കാനും ജീവിക്കുവാനും തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതേപോലെ തന്നെ വായനാ രംഗത്ത് എന്നെ പ്രോത്സാഹിപ്പിച്ചത് മുസ്ലിം ലീഗുകാർ പ്രോത്സാഹിപ്പിച്ചതിനേക്കാൾ വലിയ പ്രോത്സാഹനം കിട്ടിയ ഒരാളാണ് സഖാവ് കുക്കോളങ്ങാടി ഒരു പീഡിക മുറിയിൽ അതിന് തട്ടിന്മീല് അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾ കൊണ്ടുപോയി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കഴിച്ചുമൊക്കെ വളരെ പ്രയാസകരമായ രീതിയിൽ ഒരു മാതൃക കമ്മ്യൂണിസ്റ്റായി ജീവിച്ച ആളാണ് സഖാവ് പോക്കു. സിപിഐയുടെ പക്ഷത്തായിരുന്നു അദ്ദേഹം. പഠന കാലത്ത് തന്നെ സ്കൂളിൽ 7ലും 6ലും 7ലും ഒക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ പത്രങ്ങൾ എത്രണ്ണം കൊണ്ട് ഇവിടെ ഇറങ്ങുന്നത് എന്ന് പോയി മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചാണ്. പത്രം വായിക്കാൻ വിസ്തരിച്ച് പത്രങ്ങൾ തരുമായിരുന്നു, കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ MSFന്റെ പ്രവർത്തകനായി ഒക്കെ ഇങ്ങനെ വളർന്നു വന്നപ്പോഴും എന്റെ വളർച്ചയിൽ എന്നെ അഭിനന്ദിക്കുവാനും ചില തീരുമാനങ്ങളും ചില പ്രവർത്തനമൊക്കെ ഉണ്ടാകുമ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിച്ച് എന്നെ അഭിനന്ദിക്കുവാനും ഒക്കെ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അങ്ങനെ പല ആളുകൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്റെ വളർച്ചയിൽ ഞാൻ മുസ്ലിം ലീഗുകാരനാണെങ്കിലും എന്നെ മുസ്ലിം ലീഗുകാർ മാത്രം പിടിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തിയതല്ല. എന്റെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കൂടിയാണ് എന്നെ ഇങ്ങനെ പാകപ്പെടുത്തിയിട്ടുള്ളത്. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വഹിച്ച ഏത് ഉത്തരവാദിത്വമാണെങ്കിലും ഞാൻ എന്റെ ഏതെങ്കിലും രാഷ്ട്രീയ സങ്കുചിത ചിന്തയുടെ ഭാഗമായി ഞാൻ നീങ്ങിയിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി എനിക്ക് പാർട്ടി അവസരം തന്നു. ജില്ലാ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്കാനുള്ള അവസരം കൈവന്നു. പിന്നെ മറ്റു സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം പലയിടത്തും ഇടപെടാനുള്ള ഭാഗ്യവശാൽ അവസരങ്ങൾ പലതുമുണ്ടായി. അപ്പോഴൊന്നും ഞാൻ എന്റെ പ്രത്യേകമായ വീക്ഷണം അനുസരിച്ച്, രാഷ്ട്രീയ താല്പര്യം അനുസരിച്ച് അവിടെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയോ പാർട്ടി അങ്ങനെ എന്നെ നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല. ആ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതൊക്കെ അറിയാവുന്ന ആളുകളാണ് ഈ തിരൂരിലും പരിസരത്തുമുള്ള. എന്റെ നാട് എന്റെ വീട് എന്ന് തന്നെ പറയാവുന്ന എന്റെ ഒരു വീടിന്റെ വലുപ്പത്തിനേക്കാൾ അപ്പുറം ഈ തിരൂർ മണ്ഡലം തന്നെ എന്റെ ഒരു ഭവനമാണ്. ഞാനിവിടെ പല വീടിനെയും കയറിയിരുന്ന് വടായി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളുമായി സമ്പർക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പല സ്ഥലത്തും കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ തെരുവിലിറങ്ങി പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലൂടെ നടന്ന് ജാഥ വിളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിയ തോതിലൊക്കെ അവരുടെ ആശ്വാസം നൽകാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നും രാഷ്ട്രീയം കലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്റെ പാർട്ടി അങ്ങനെയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. അങ്ങനെയാണ് ഇതുവരേക്കുള്ള ജീവിതം ഉണ്ടായിട്ടുള്ളത്. പൊതുരംഗത്ത് മുസ്ലിം ലീഗിനെ നിങ്ങൾക്കറിയാമല്ലോ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റും വളരെയേറെ മുമ്പിൽ നിന്നുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയാകുന്ന തരത്തിലാണ് മുസ്ലിം ലീഗിന്റെ നയങ്ങളും പരിപാടികളും എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു നയവും സമീപനവും ഉള്ള പാർട്ടി ലീഗ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീരെ ബന്ധപ്പെടുന്നില്ല മറ്റു സംഘടനകൾ എന്നൊന്നും ഞാൻ പരാതി പറയുന്നില്ല. അതിൽ ഉയർന്നു മുമ്പിൽ നിൽക്കുന്ന പാർട്ടി ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ വളവന്നൂരിൽ ഹെൽത്ത് സെന്ററിൽ CHCയിൽ നമ്മളൊരു ഡയാലിസിസ് സെന്റർ തുടങ്ങി. പല അഭിപ്രായങ്ങളുണ്ട്. ഞങ്ങൾ CHന്റെ പേര് വേണം, ഷിഹാബ് തങ്ങളുടെ പേര് വേണം,
അതോ ലീഗിന്റെ സ്ഥാപകനായ കാന്തമില്ലത്തിന്റെ പേര് വേണോ എന്നുള്ള അഭിപ്രായങ്ങൾ പോയിട്ടുണ്ടായി. ബഹുമാനായ ഇതിന്റെ ചെയർമാൻ AP അബ്ദുസമദ് സാഹിബും ഈ എളിയവരും കൂടി നടത്തിയ സംഭാഷണത്തിൽ ഞങ്ങളതിൽ പേരിടാൻ തീരുമാനിച്ചത് കമ്മ്യൂണിറ്റി ഡയാലിസിസ് എന്നാണ്. അതുപോലും പേര് നൽകുന്നതിൽ പോലും ഇത് തുടങ്ങിയത് അതിന് മുൻകൈയെടുത്തത് ലീഗാണെങ്കിൽ പോലും അത് ലീഗിന്റെ ഒരു സ്വകാര്യ സ്വത്താണ് എന്ന് പരക്കെ പറഞ്ഞിറക്കേണ്ടതില്ല. അതിന് ലീഗ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സ്ട്രിക്ടാവിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഫലങ്ങളും അതൊക്കെ കൈവരിക തന്നെ ചെയ്യും. അത് പേര് നോക്കിയിട്ടല്ലോ കിട്ടുക. അതുകൊണ്ട് മുഴുവൻ ആളുകൂടിയും സഹകരണം കിട്ടാൻ ആ രീതിയിൽ പേര് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതേപോലെ തന്നെ അവിടെ വരുന്ന രോഗികൾ ആരാണ്, അതിന്റെ സെലക്ഷൻ പാർട്ടിയുടെയോ കൊടിയുടെയോ മറ്റോ ആദർശമോ മതചിന്തയോ ഒന്നും പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇന്ന് വരെ നടത്തിയിട്ടില്ല. ഇവിടുത്തെ രോഗികളെ, അത്തരം ഡയാലിസിസിന് വിധേയരാക്കേണ്ട രോഗികളെ അപേക്ഷ കിട്ടിയാൽ അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മതമോ രാഷ്ട്രീയമോ ഒക്കെ അറിയില്ല. ഇതൊക്കെ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അതേപോലെ തന്നെ അതേപോലെയുള്ള മറ്റ് ഇടപെടലുകളിലും ഇന്ന് വരെ ആ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അറിയാവുന്ന തിരൂരിലെ ജനങ്ങളുടെ മുമ്പിലാണ് ഈ എളിയവൻ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്. നിയമസഭയിലേക്ക് ആദ്യമായാണ് മത്സരിക്കുന്നത്. ഇവിടെ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഇതിലെ സ്ഥാനാർത്ഥികളായി വന്ന ആളുകൾ അവരാരും എന്റെ എതിരാളികളല്ല, എന്റെ സുഹൃത്തുക്കളാണ്, ആത്മസുഹൃത്തുക്കളാണ്. ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്നു, അവർ മറ്റു മുന്നണികളെ പ്രതിനിധീകരിക്കുന്നു. ഞങ്ങളുടെ സൗഹൃദവും ഞങ്ങളുടെ ബന്ധങ്ങളും ഒരു ഉലച്ചിലും പറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയും എന്ന വിശ്വാസം എനിക്കുണ്ട്. ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറായി നിൽക്കുന്ന ഈ എളിയവൻ ഈ മണ്ഡലത്തിലെ മുഴുവൻ സമ്മതിദായകരുടെയും സമ്മതം, ഹൃദയ സമ്മതം എനിക്ക് നൽകണം എന്ന് വളരെ 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 താഴ്മയോടുകൂടി ഞാൻ ഇവരെ അപേക്ഷിക്കുകയാണ്. എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾ ഒരുവനായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എനിക്ക് പ്രായം ഇപ്പോൾ 61. ഈ 61 വയസ്സിനിടക്ക് എന്റെ സാമൂഹ്യ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. സമുചിതത്വം ഉണ്ടാവില്ല. ഇതിൽ എന്തൊക്കെ തിരുത്തേണ്ടതുണ്ടോ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നോട് പറയാൻ സാധിക്കും. അതായത് ഇവിടുത്തെ വോട്ടർമാർ, ഇവിടുത്തെ ജനങ്ങൾ, എന്റെ സ്നേഹജനങ്ങൾ. എന്റെ ഈ സ്നേഹജനങ്ങൾക്ക് എന്നെ തല്ലാനും തലോടാനും അവകാശമുണ്ടായിരിക്കും. എന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ, ഞാൻ പുതിയ വഴികളിലേക്ക് കടക്കേണ്ടതുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെയുള്ള ഓരോ വോട്ടർക്കും, എന്തിന് വോട്ടറല്ലാത്തവർക്ക് പോലും എന്നെ നിർദ്ദേശിക്കുവാൻ, ഉപദേശിക്കുവാൻ, വേണമെങ്കിൽ വിമർശിക്കുവാനും അവകാശമുണ്ടായിരിക്കും. ആ രീതിയിൽ ഉള്ളൊരു കൂട്ടായ്മ നമുക്ക് വളർത്തിയെടുക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ, ഈ സ്നേഹവും ഒപ്പം നിങ്ങളുടെ വിലയേറിയ വോട്ടുകളും എനിക്ക് നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ ബഹുമാന്യരായ ഇവിടുത്തെ സമ്മതിദായകരോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി. തികഞ്ഞ വിജയപ്രതീക്ഷകളാണ് എന്നറിയാം. എന്തൊക്കെ ഘടകങ്ങളാണ് ആ പ്രതീക്ഷയ്ക്ക് ബലം കൊടുക്കുന്ന, ആക്കം കൂട്ടുന്ന എന്തൊക്കെ ഘടകങ്ങളാണ്? ഞാൻ സൂചിപ്പിച്ചു, എന്നെ വളർത്തിയെടുത്ത ജനങ്ങൾക്ക് മുമ്പാകെയാണ് ഞാൻ മത്സരിക്കുന്നത്. 4 പതിറ്റാണ്ട് കാലമായി ഞാൻ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കൽപ്പഞ്ചേരിയിലും വളവന്നൂരും കേന്ദ്രീകരിച്ചാണ് തുടക്കമെങ്കിലും പിന്നീട് സംഘടനാപരമായി തിരൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കാൻ അവസരങ്ങൾ കിട്ടിയത്. അതുകൊണ്ട് ഇവിടുത്തെ എന്നെ കൂടെയുണ്ടെന്ന് പറയുന്ന രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾക്കും, അല്ല കൂടെയല്ല എന്നാൽ അടുത്തന്നെ ഉണ്ട് എന്ന് പറയാവുന്ന മറ്റുള്ളവർക്കും എന്നെ അറിയാം. അതുതന്നെയാണ്, ആ സ്നേഹസമ്പത്താണ് ഞാൻ കൈമുതലാക്കി വെക്കുന്നത്. അത് വോട്ടായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബാനറിലാണ് മത്സരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നല്ല പിൻബലമുള്ള, സ്വാധീനമുള്ള ഒരു പ്രദേശമാണിത്. സ്വാഭാവികമായും പുതിയ ജനറേഷൻ കൂടി, യുവാക്കൾ കൂടി വളരെ ആവേശത്തോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭമാണല്ലോ.
ഇവിടെ കോളേജ് യൂണിയൻ ഇലക്ഷനുകളും ഒക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കരുത്ത് കൂടി പിൻപരമായി വരുന്നു. ഇതെല്ലാം എനിക്ക് ഗുണകരമായി വരും എന്നാണ് എന്റെ പ്രതീക്ഷ. സ്ഥാനാർത്ഥിത്വം അല്പം വൈകിയെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ വർഷം താങ്കളുടെ പേരാണ് പറഞ്ഞു കേട്ടിരുന്നത്. സ്വാഭാവികമായി വൈകി വന്നൊരു സ്ഥാനാർത്ഥിത്വമാണ്. ഇപ്പോൾ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണോ? ഞാൻ വളരെ സന്തോഷത്തിലാണ്. എന്റെ പാർട്ടി ദൈവം എനിക്ക് അനുവദിച്ചുള്ള സന്ദർഭത്തിലാണ് അത് പ്രഖ്യാപിക്കുക. അതെനിക്ക് കിട്ടിയിരിക്കുന്നു. വൈകി എന്ന വിശ്വാസം എനിക്കില്ല. കാരണം ഇപ്പോഴാണ് ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോഴേ എനിക്ക് ലഭ്യമായി. പിന്നെ ഒരു നിയമസഭാംഗത്തോ അതിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടല്ലോ നമ്മുടെ ഒരു അംഗീകാരവും നമ്മുടെ ഒരു മുന്നോട്ടുള്ള പ്രയാണവും ഒക്കെ വേണ്ടത്. ഞാൻ ആത്മാർത്ഥമായി ഏറ്റെടുത്ത ചുമതലകളൊക്കെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ അത് ഉത്തരവാദിത്തം നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ സന്ദർഭങ്ങളിൽ പാർട്ടി എന്നെക്കാൾ ഏറ്റവും യോഗ്യരായ ആളുകളുടെ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിലെ പ്രഗത്ഭന്മാരായ ആളുകളുടെ ഇടയിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തല്ലോ, എന്നെ പരിഗണിച്ചല്ലോ എന്നതിലാണ് എനിക്ക് അല്പം. എനിക്ക് അതുകൊണ്ട് പഴയ കാലത്ത് കുറെ ആളുകൾ പേര് പറയുന്ന കൂട്ടത്തിൽ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആളുകൾക്ക് ചിലപ്പോൾ എന്നെ പരിചയമുള്ള ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ അങ്ങനെ വലിയൊരു ആഗ്രഹത്തിന് പിന്നാലെ പോയിട്ടില്ല. എന്നാൽ പാർട്ടി പറഞ്ഞ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. സ്വതന്ത്ര കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സ്വാഭാവികമായും കർഷകരുടെ ഒരു വിഷയങ്ങളൊക്കെ പഠിച്ചും പറഞ്ഞും എല്ലാം രംഗത്തുള്ള സജീവമായ രംഗത്തുള്ള സംസ്ഥാന പ്രസിഡന്റാണ് മുസ്ലിം ലീഗിന്റെ കർഷക സംഘടന. സ്വാഭാവികമായും അവർക്കൊപ്പം അവരുടെ ഒരു പ്രശ്നങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. തീർച്ചയായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുജരം ഒക്കെ ഒരുപോലെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം ഇന്ന് കർഷകരാണ്. സത്യത്തിൽ ഇതിന്റെ ഒരു വിലയിരുത്തൽ സമൂഹത്തിൽ നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാലത്ത് നമ്മുടെ നാടിനെ ഉയർത്തിക്കൊണ്ടുവന്നത് കർഷകർ നേർച്ച നടത്താൻ, പൂരം നടത്താൻ, ഉത്സവങ്ങൾ നടത്താൻ കർഷകന് വേണ്ടിയാണ്. പള്ളികൾ ഉയർന്നത്, അമ്പലങ്ങൾ വികസിച്ചതും കർഷകരുടെ പിൻബലത്തിലായി. കല്യാണങ്ങളും ആഘോഷങ്ങളും എല്ലാം കർഷകരുടെ, അന്ന് കർഷകരാണ് സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ ഒരു കാലത്ത് അവരുടെ പിൻബലത്തിലായിരുന്നു, അവരുടെ സഹായത്തിലായിരുന്നു, അവരുടെ പിന്തുണയിലായിരുന്നു ഉയർന്നത്. ഇന്നത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. ഇന്ന് കർഷകനെന്ന് കേട്ടാൽ അവജ്ഞയോടുകൂടി കാണുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിലുണ്ട്. കർഷകനാണ്, അതൊരു പുച്ഛത്തോടു കൂടി കാണുന്നു. എന്നാൽ ഈ കർഷകന്റെ വിയർപ്പിന്റെ ഫലമാണ് നമ്മുടെ അന്നം എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി. നമ്മുടെ രാജ്യത്തെ കാക്കുന്ന പട്ടാളത്തേക്കാൾ, അതിർത്തി കാക്കുന്ന പട്ടാളത്തേക്കാൾ പ്രധാനികളാണ് കർഷകർ എന്ന് നോക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ പട്ടാളക്കാർ കർഷകരാണ്. പട്ടാളം അതിർത്തി കാക്കുന്നു, കർഷകർ വിശപ്പിന് വരാതെ തടയുന്നു. വിശപ്പിനെ തടയുന്ന അന്യരാജ്യങ്ങളിൽ നിന്നുള്ള ശത്രുത തടയുന്ന നടത്തുന്ന ശ്രമങ്ങളേക്കാൾ വലുതാണ് വിശപ്പകറ്റാൻ വേണ്ടി കാവൽ നിൽക്കുകയാണ്. ആ പട്ടാളക്കാരെ നമ്മൾ കാണുന്നു. ആ പട്ടാളക്കാരെ കണ്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് കിസാൻ ജയ് ജവാൻ എന്ന മുദ്രാവാക്യം വെച്ചത്. പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ആ പട്ടാളക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ അന്നം മാത്രമല്ല, ഇവിടുത്തെ പരിസ്ഥിതി സംരക്ഷണം പോലും, യഥാർത്ഥ പരിസ്ഥിതി സംരക്ഷണം നടക്കണമെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ അലങ്കൃതമാകണം. അതിലേക്ക് പര്യാപ്തമായ രീതിയിലാണ് നമ്മുടെ നീക്കങ്ങൾ വേണ്ടത് എന്നും കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താലൂരിലുണ്ടായ വികസനം പോലും ഈ 10 വർഷക്കാലം കൂടി ഉണ്ടായിട്ടില്ല. റോഡുകളാണെങ്കിലും പാലങ്ങളാണെങ്കിലും 1000 കോടിയുടെ വികസന പ്രവർത്തനം അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ നടത്തുമെന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. താങ്കളുടെ കാഴ്ചപ്പാട്, താങ്കളുടെ വികസന ഒരു പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് തിരുവിതാംകൂർ ഇനി വേണ്ടത്? എങ്ങനെയായിരിക്കും മുന്നോട്ട് പോക്ക് വിജയിക്കുകയാണെങ്കിൽ? അങ്ങനെ ഇടതുപക്ഷ സംഘ സ്ഥാനാർത്ഥി എന്ത് കണ്ടാൽ അങ്ങനെ പറഞ്ഞത് എനിക്ക് അറിയില്ല. കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാമല്ലോ. പ്രതിപക്ഷത്തുള്ള ഒരു MLA ആയിരുന്നു മുഹമ്മദ് സാഹിബ് കഴിഞ്ഞ 5 വർഷം. എന്നിട്ട് പോലും വലിയ ആക്ഷേപമുണ്ടായിരുന്നു നിയമസഭയിലൊക്കെ പ്രതിപക്ഷ നിരയിലുള്ള MLA മാർക്ക് വികസനങ്ങളും മറ്റും
മുൻ ഗവൺമെന്റുകളുടെ കാലത്ത് ചെയ്തതുപോലെ ചെയ്യുന്നില്ല എന്ന പരാതി ഉയർന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അങ്ങനെയൊക്കെ ആയിട്ട് പോലും തിരൂരിലെ ഗവൺമെന്റ് ആശുപത്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം 150 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചു. 50 കോടിയോളം രൂപ വർക്ക് നടപ്പിലാക്കുകയും ചെയ്യും. കൂടുതൽ എന്തിനാ പറയുന്നത്? മോഡൽ എന്ന് പറഞ്ഞ പോലെ ഒരു ആശുപത്രിക്ക് 150 കോടി വകയിരുത്താൻ അത് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ അതും തിരൂരിലെ മാത്രം, ബാക്കിയുള്ള സ്ഥലത്തിന്റെ കണക്കുകൾ എന്തിനാ പറയുന്നത്? അത് ജനങ്ങൾ വായിച്ചെടുക്കട്ടെ. പിന്നെ 1000 കോടിയുടെ ഒക്കെ വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിനേക്കാൾ കൂടുതൽ 2000 കോടി എന്ന് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാൻ ജനങ്ങൾക്കിടയിലുണ്ടാവും. അവർ പറയുന്ന പദ്ധതികൾ അത് നടപ്പിലാക്കാൻ അവരുടെ പിൻബലത്തോടുകൂടി ഞാൻ പരിശ്രമിക്കും. എനിക്ക് ആ ഒരു വാക്ക് എനിക്ക് തരാനാണ്. കാരണം ഞാനിവിടുന്ന് ഒഴിഞ്ഞു പോകാനും ഞാനിവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ മുദ്രാവാക്യം ജയിച്ചു പോയി എന്നൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ, ജയിച്ചങ്ങ് പോകലാണ്. ഞാൻ ജയിച്ചു പോകില്ല, ജയിച്ചു കൊടുത്താൽ ഉണ്ടാവും. അതുകൊണ്ട് ഈ ജനങ്ങൾക്കിടയിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ തല്ലാനും തലയോടാനും അവകാശം ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അടുത്ത വർഷത്തിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് പറയേണ്ടതില്ല. ഞാൻ യുവാവായിരുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായിരുന്ന സന്ദർഭത്തിലാണ് ഭാരവാഹിയാകുമ്പോഴാണ് വർഷാവർഷം 10 ലക്ഷം തൊഴിൽ നൽകും എന്ന് അടുത്ത വർഷം വെളിവാണ്. 87 തെരഞ്ഞെടുപ്പിലെ പ്രധാന വാഗ്ദാനമായിരുന്നു. എത്ര ലക്ഷത്തിന് കൊടുത്തു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഗവൺമെന്റ് കാലാവധി കഴിഞ്ഞപ്പോൾ തൊഴിൽരഹിതരായ അഭ്യസ്തര വിദ്യരുടെ എണ്ണം 7 ലക്ഷം കൂടുകയാണ് ചെയ്തത്. ആ ഗവൺമെന്റ് പോയത്. അത് കഴിഞ്ഞ് പിന്നീട് വന്ന ഗവൺമെന്റ് 96 ഗവൺമെന്റ് അഴിമതി രഹിതമാണ് പറഞ്ഞത്. അന്നാണ് PWD അഴിമതി, അതേപോലെ തന്നെ പിന്നെ മദ്യ ഇതുമായി ബന്ധപ്പെട്ട് വന്ന അഴിമതി, +2 അനുവദിച്ചിലെ അഴിമതി, ഇതൊക്കെ പ്രമാദമായ അഴിമതി കേസുകൾ വന്നതാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടതുപക്ഷത്തിന്റെ വാഗ്ദാനം നിങ്ങൾക്ക് മറന്നു, ജനങ്ങൾ മറന്നു. ഞാൻ ആ പത്രം ഞങ്ങൾ കൊണ്ടുവന്നില്ല. ദേശാഭിമാനി ചുവപ്പ് മഷിയിൽ ഇവിടെ ഈ സുബൈറിന്റെ ഇത്രയും തടിയിലാണ് അതിന്റെ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മെല്ലിച്ചാണ് ഇവിടെ സുബൈറായതുകൊണ്ട് ഞാൻ മുന്നേ ധരിച്ചത്. എന്തായിരുന്നു അറിയില്ലേ? 5 വർഷത്തേക്ക് വിലവർദ്ധനം ഉണ്ടാകില്ല. പത്രത്തിനന്ന് 4 രൂപ വില ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 7-8 രൂപയായി പത്രത്തിന്റെ വില പോലും കൂടി. ആ പത്രത്തിന്റെ ദേശാഭിമാനി ഒരു ദിവസത്തെ പത്രം. ഇനി ഏതെങ്കിലും ഒരു വസ്തുവിന് വില കൂടുന്നു എന്ന് പറയാൻ പറ്റും? വാഗ്ദാനം, ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം അതായിരുന്നല്ലോ. 5 കൊല്ലത്തിന് വിലവർദ്ധനം ഉണ്ടാകില്ല. ഈ മണ്ഡലത്തിലെ ആളുകൾ, കേരളത്തിലെ ആളുകൾ വിലയിരുത്തേണ്ടത് അതാണ്. പ്രധാന മുദ്രാവാക്യം ഇടതുപക്ഷത്തിന് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമെങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന ആശ്വാസമടയാൻ ഇടതുപക്ഷത്തിന് കേരളത്തിൽ സാധിക്കുമോ? ഒന്നിനും വിലവർദ്ധന ഉണ്ടാകില്ല എന്നാണ്. 5 കൊല്ലത്തേക്ക് വിലവർദ്ധന ഉണ്ടാകില്ല. എന്നാൽ ഇതിന് താഴേക്ക് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, കാർഷികോൽപ്പന്നങ്ങൾക്ക് മതിയായ വില നൽകി സംഭരിക്കും എന്ന് പറഞ്ഞു. ഏത് കാർഷികോൽപ്പന്നമാണ് സംഭരിച്ചത്? പ്രഖ്യാപനങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പച്ചത്തേങ്ങ സംഭരണത്തിന് സംവിധാനം ആദ്യമായി ഉണ്ടാക്കി. 2 രൂപ മാത്രം വിലയുണ്ടായിരുന്ന നാളികേരത്തിന് 15 രൂപ വില കിട്ടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത്. ഇപ്പൊ അത് കുറഞ്ഞു വന്നു. ഇപ്പൊ കുറച്ച് തേങ്ങയ്ക്ക് വില കൂടി നിൽക്കുന്നത് ഗവൺമെന്റ് സഹായം കൊണ്ടല്ല, ഉത്പാദനം കുറഞ്ഞതുകൊണ്ടാണ്. സാധനം കിട്ടാനില്ല. സ്വാഭാവികമായിട്ട് വില കൂടുക സ്വാഭാവികമാണ്. ഈ ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ട് വില വർദ്ധിക്കാൻ സാധിച്ചു, ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് പറയാവുന്ന ഏതെങ്കിലും ഒന്ന് കാണിക്കാൻ കഴിയുമോ? കാർഷിക മേഖലയിൽ ഇവിടെ പച്ചത്തേങ്ങ സംഭരിച്ചിരുന്നു, കൊപ്പറ സംഭരിച്ചിരുന്നു, റബ്ബർ സംഭരിച്ചിരുന്നു, കശുവണ്ടി സംഭരിച്ചിരുന്നു, അതൊക്കെ സംഭരിച്ചിരുന്നു. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പത്രക്കാരോടാണ് സംസാരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. ഈ മണ്ഡലത്തിൽ, വിശേഷമായി മണ്ഡലത്തിലെ ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. നെല്ല് അതും ഭാഗികമായി. നെല്ലല്ലാതെ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിൽ? കർഷകരെ സഹായിക്കുമെന്നും അവരുടെ കാർഷികോൽപ്പന്നങ്ങൾ മതിയായ വില നൽകി സംഭരിക്കും എന്ന് പറഞ്ഞ ഗവൺമെന്റാണോ കേരളത്തിലുള്ളത്? എന്താണ് സംഭരിച്ചത്? ഞാൻ ഇങ്ങോട്ട് പറയട്ടെ, ഒന്നും സംഭരിച്ചില്ല. എന്നാൽ ആദ്യം വില കുറക്കും എന്ന് പറഞ്ഞത് കുറച്ചു. എവിടെ കുറച്ചത്? കാർഷികോൽപ്പന്നങ്ങൾക്ക് കുറച്ചു. കാർഷികോൽപ്പന്നങ്ങൾ വില ഇവിടെയുണ്ടായി. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ക്രമാതീതമായി വില കൂടി. വാണം പോലെ വില കയറി എന്നാണ് പണ്ടൊക്കെ ഇടതുപക്ഷക്കാർ വിളിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ റോക്കറ്റ് പോലെയല്ലേ കയറിയത്? ഇതിനൊക്കെയാണ് മറുപടി പറയുന്നത്. അവർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചോ എന്ന് അവർ കേരളത്തോട് പറയട്ടെ. അത് തിരുവനന്തപുരത്ത് മാത്രം പറയേണ്ട കാര്യങ്ങളല്ല. ഞാൻ എന്റെ സുഹൃത്ത് 1000 കോടിയുടെ കണക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഈ ഇടതുപക്ഷക്കാർ വാഗ്ദാനമില്ലാതെ ചെയ്തു ശീലമില്ലല്ലോ. മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ ഒരു MLA ഇവിടെ ഉണ്ടായി. ഞാൻ ബോധപൂർവ്വം മുട്ടതല്ല. വികസന പ്രവർത്തനങ്ങളിൽ വലിയ കാര്യമായ ഒരു മുദ്ര കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് ആ പേരെണ്ണി പറയാറുള്ളത്.
അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസരം ഇനി നമുക്ക് ഉണ്ടാക്കിക്കൂടാ എന്ന് കൂടി ഞാൻ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 45 വർഷത്തിന് ശേഷം വെട്ടം ഗ്രാമപഞ്ചായത്ത് LDF UDF വെച്ചിരുന്നു. LDF ആണ് വെട്ടം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. അപ്പൊ അങ്ങനെ പഞ്ചായത്ത് കൈവിട്ട സാഹചര്യം എത്രത്തോളം വിജയ പ്രതീക്ഷയുണ്ട്? കാലങ്ങളായിട്ട് ഭരിച്ചിരുന്ന പഞ്ചായത്ത് ഇപ്പോൾ കൈവിട്ടിട്ടുണ്ട്. എത്രത്തോളം വിജയ പ്രതീക്ഷ സാധ്യത? ഇങ്ങനെ പല ഭാഗത്തും പലപ്പോഴും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇരുമ്പളിയും ഒരു കാലത്ത് CPM മാത്രം ജയിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അത് ഇടക്കാലത്ത് ഈ പ്രസിഡന്റായി വരുന്ന ഒരു സാഹചര്യം. മൂർക്കനാട്, പുലാമന്തൂർ, പുറത്തൂര് ഇതൊക്കെ മുസ്ലിം ലീഗ് UDF ജയിക്കുകയും തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്, പിന്നീട് വരികയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ലീഗ് മാത്രം വിജയിച്ചു വന്ന വെട്ടം, ലീഗ് UDF മാത്രം ജയിച്ചു വന്നിട്ടുള്ള വെട്ടം കൂടി ഞങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കാലാകാലത്തേക്കുള്ള നഷ്ടപ്പെടുകയാണ് എന്ന് ആരും നീക്കണ്ട. നിറമരുത്തു ചരിത്രത്തിൽ ആദ്യമായി UDF ജയിച്ചിരിക്കുകയാണ്. അവിടെ നറുക്കെടുപ്പിലാണ് മുസ്ലിം പോയത്. ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് ഒരാൾക്കുള്ള വോട്ട് സ്വാഭാവികമായി ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. ഒരാളുടെ വോട്ട് അസാധുവായതുകൊണ്ട് അവിടെ തുല്യത പാലിച്ചു. അപ്പൊ നറുക്കെടുപ്പിലൂടെയാണ് പോയത്. ഈ പഞ്ചായത്ത് വന്നതിന് ശേഷം ഇന്ന് വരെ ഇടതുപക്ഷം വെച്ചിട്ടുള്ളൂ. ഇനി ഇടതുപക്ഷം അവിടെ ഇപ്രാവശ്യം തോറ്റു എന്നതുകൊണ്ട് താങ്കൾ മണ്ഡലം ഇപ്രാവശ്യം ലീഗിലേക്കും UDF ലേക്കും എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അതൊക്കെ വളരെ ലഘുവായിട്ടുള്ള വാദങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന് പല മാനദണ്ഡങ്ങളുണ്ട്. കഴിവുള്ള ആള്, പ്രധാനപ്പെട്ട കുടുംബത്തിലെ അംഗം, നാട്ടിലെ ജനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവർക്ക് വോട്ട് കൂടുകയും അതേപോലെ വെറുക്കപ്പെട്ടാൽ വോട്ട് കുറയുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാനദണ്ഡം തന്നെ അല്ല. കഴിഞ്ഞ 10 വർഷത്തെ MLAക്ക് കുടിവെള്ളത്തിന് പോലും മണ്ഡലത്തിൽ എത്തിക്കാൻ കഴിയുകയാണ് LDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുള്ളത്. സ്ഥാനാർത്ഥി പറയുന്നതിന് നമുക്ക് ഒന്നും പറയുന്നില്ല. ജനങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. കാരണം MLAയുടെ പരിശ്രമ ഫലമായാണ് ഇങ്ങനെയൊക്കെ വലിയ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയത്. ഗവൺമെന്റ് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും അത് കൊച്ചിന്റെ വേദിയിലേക്കായി എന്നുള്ളത് ഇത് സ്വാഭാവികമാണ്. എന്തിനും നിങ്ങൾക്ക് വിലയിരുത്താൻ, അതിന്റെ ഉദ്ഘാടനം നടത്താൻ മമ്മൂട്ടി സാഹിബ് 3 മാസം കാത്തിരിക്കേണ്ടി വന്നില്ലേ? ഡേറ്റ് തീരുമാനിച്ചു, അത് മാറ്റി, വീണ്ടും തീരുമാനിച്ചു, അത് മാറ്റി. പിന്നീട് മിനിസ്റ്റർ തന്നെ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് ഒന്നുകൂടി MLA ഒന്ന് സഹകരിക്കും, അതുകൊണ്ട് ഇന്ന ഒരു ഡേറ്റ് മറ്റൊരു ഡേറ്റിലേക്ക് വെച്ച് പിന്നീടാണ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അതിന്റെ ഉദ്ഘാടനം നമ്മുടെ മിനിസ്റ്റർ നടത്തിയത്. എന്തിനാ 3 മാസം മുമ്പ് അത് വരുന്നത് പോലും തടയപ്പെട്ടതാരാ? UDF MLA അല്ലല്ലോ. MLAയുടെ പരിശ്രമം കൊണ്ടല്ലേ. അപ്പോ അതിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കൽപ്പകഞ്ചേരി കഴിഞ്ഞ പ്രാവശ്യം ലീഗിന്റെ UDFന്റെ ബോർഡായിരുന്നു, വളവന്നൂർ ഇടതുപക്ഷത്തിന്റെ ബോർഡായിരുന്നു. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ മണ്ഡലത്തിലെ പഞ്ചായത്തുകളെല്ലാം അതിനോട് സഹകരിച്ചു. വളവന്നൂരിൽ നിന്ന് ഫണ്ട് അനുവദിക്കുവാനോ പ്രാദേശികമായി ആവശ്യമുള്ള ടാപ്പുകൾ വെക്കാനും മറ്റും വേണ്ട ഇടപെടൽ നടത്താനോ വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് തയ്യാറായില്ല. അപ്പൊ ആരിതിനോട് സഹകരിക്കുന്നു, ആര് നിസ്സഹകരിക്കുന്നു എന്നത് പകൽ വെളിച്ചം പോലെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ പല വാഗ്ദാനങ്ങളും പാലിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 5 വർഷമായിട്ട് നമ്മുടെ തിരൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പല വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ താങ്കൾ എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഇപ്പോൾ ഇപ്രാവശ്യം പ്രചാരണത്തിൽ വോട്ട് വാങ്ങുന്നതൊക്കെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങനെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മമ്മൂട്ടി സാഹിബിനെ കുറിച്ച് പറഞ്ഞത് ശരി. അദ്ദേഹം പരിശ്രമിക്കുകയും അല്ല, ഗവൺമെന്റ് മാറി മറ്റൊരു ഗവൺമെന്റ് ആയതുകൊണ്ട്, ഇടതുപക്ഷ ഗവൺമെന്റ് ആയതുകൊണ്ട് വേണ്ടത്ര അതിന് ആനുകൂല്യം കിട്ടാതെ പോവുകയും ചെയ്തു. എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടി ഒരാൾ ഒരു വസ്തു ഇവർക്ക് 2 ആൾക്ക് എനിക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ തരില്ലെന്ന് ക്ഷണിച്ചാൽ എനിക്ക് ഇവർക്കത് കുറച്ച് സഹായിക്കാൻ കഴിയില്ല. എന്നതുപോലെ ഗവൺമെന്റിൽ നിന്ന് പരിശ്രമിച്ചു, ഗവൺമെന്റ് ബോധപൂർവ്വം ചില കാര്യങ്ങൾ തടഞ്ഞു വെച്ചതുകൊണ്ട് വരാതെ പോയത്. ഞാൻ ആദ്യം പറഞ്ഞു, ഞാനിതാ ഇന്ന് കൊട്ടക്കണക്കിന് വാഗ്ദാനം നൽകിക്കൊണ്ടല്ല, സമഗ്രമായ തിരൂരിന്റെ വികസനത്തിന് വേണ്ടി ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കും. മാത്രമല്ല, ഞാൻ തിരൂര് പ്രാചീനമായ ഒരു പ്രദേശമാണ്, വളരെ വലിയ ചരിത്രമുള്ള വലിയ പാരമ്പര്യമുള്ള ഒരിടമാണ് തിരൂര്. തിരൂരിനെ നമുക്ക് വളർത്തിയെടുക്കണം, ഇനിയും വളർത്തിയെടുക്കണം. ഇപ്പൊ തിരൂർ പുഴ അർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായി ട്രെയിൻ കയറാൻ 68 തിരൂരെത്തുന്ന സന്ദർഭത്തിൽ അവരുടെ ബോട്ട് പോയിരുന്നത് തലക്കത്തൂരിലൂടെ വഞ്ചിയും ചകിരിയും മറ്റു സാധനങ്ങളും കയറ്റി കൊണ്ടുപോയിരുന്നു. കൊച്ചിയിലേക്കും പൊന്നാനിയിലേക്കും മറ്റു പ്രദേശം കൊണ്ടുപോയിരുന്നൊക്കെ എനിക്ക് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. ഇന്ന് അതൊക്കെ തകർന്നുപോയി. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ ആസകലം സംഭവിച്ച ഒരു തളർച്ചയുടെ ഭാഗമാണ് തിരൂരിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ തലക്കത്തൂരിൽ പരിസരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ പുഴകളും മലിനപ്പെടുകയും എല്ലാ പുഴകളും ശോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഇടപെടൽ, ശക്തമായ ഇടപെടൽ ആവശ്യമാണ്. അതൊരു ഗവൺമെന്റ് ചെയ്യാതിനപ്പുറം ജനങ്ങളുടെ കൂട്ടായ്മയാണ് വേണ്ടത്. ഇപ്പോ പുഴ മലിനപ്പെട്ടു പോകുന്നത്
ഗവൺമെന്റിന്റെ അശ്രദ്ധമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൂടാ. അതുകൊണ്ട് അതിനെ ശുദ്ധമാക്കുവാനും സംരക്ഷിക്കുവാനും ജനങ്ങളുടെ കൂട്ടായ്മകൾ വളർത്തിയെടുത്തുകൊണ്ട് ഗവൺമെന്റിന്റെ സഹായം നേടി അവിടൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. തിരൂരിനെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗരമാക്കി മാറ്റണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. വൈകാതെ കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ നഗരമായി അത് പിന്നീട് മാറും. അതിന് തുടക്കം മലപ്പുറം ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വലിയ നഗരമാക്കി ഇതിന് മാറ്റണം. അതിനാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഗതാഗത രംഗത്തും മറ്റു സമഗ്ര മേഖലകളിലും കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള യുവാക്കളുടെ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ യുവാക്കൾക്ക് വേണ്ടിയിട്ട് മണ്ഡലത്തിൽ എന്തെങ്കിലും പുതിയ സംരംഭങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ സാധിക്കും? ഒന്ന്, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലേക്ക് വരുന്ന എല്ലാ സംഗതികളും നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ഉള്ളതല്ല, എല്ലാ യുവാക്കൾക്കും വേണ്ടിയുള്ളതാണ്. സത്യത്തിൽ ഇന്നത്തെ കൗമാരക്കാരൻ നാളത്തെ യുവാവാണ്, ആ യുവാവ് നാളത്തെ മുതിർന്നവരാണ്. അപ്പൊ അത് ഇന്ന് വന്ന ഒരു സംഗതി നാളെ മറ്റന്നാളെങ്കിലും പോലെ ആസ്വദിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ഒരു പ്രായമുള്ള ഒരാൾക്കാണ് അങ്ങനെ പരിഗണന കൊടുക്കേണ്ടത് എന്നാണ് എന്റെ വിശ്വാസം. എങ്കിൽ പോലും ചെറുപ്പക്കാർക്ക് കൂടുതൽ താല്പര്യമുള്ള ചില സംഗതികൾ കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിക്കുന്നു. ഒന്ന്, കായിക മേഖല. ഇവിടുത്തെ കായിക പരിശീലനത്തിനും മറ്റും വേണ്ട സൗകര്യങ്ങൾ, സ്റ്റേഡിയങ്ങളെ വിപുലപ്പെടുത്തുവാനും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി അതൊക്കെ കായിക ആ മേഖലയിലുള്ള ആളുകളുടെ അഭിപ്രായം മാനിച്ചു. ഞാനിത് ഒരു സാധനം കൊണ്ടുവന്നിരുന്നു പിടിച്ചോടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ അഭിപ്രായം മാനിച്ച് എന്താണോ പൊതുജനാഭിപ്രായം അത് മാനിച്ചുകൊണ്ട് അത് കൊണ്ടുവരാൻ ശ്രമിക്കും. കായിക മേഖലയിൽ ഇങ്ങനെ പരിശീലനത്തിന് വേണ്ടി സ്റ്റേഡിയങ്ങളെ വിപുലപ്പെടുത്തും. പിന്നെ അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ട സംവിധാനങ്ങളുണ്ട്. ഞാൻ കൂട്ടത്തിൽ പറയട്ടെ, ഞാൻ കൽപ്പകഞ്ചേരി ഹൈസ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് എനിക്ക് എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരോടൊപ്പം അവർ നിൽക്കുമ്പോൾ അവർ കൂടി സഹകരിച്ചുകൊണ്ട് PTA കമ്മിറ്റിയിൽ ഒരുപക്ഷെ നമ്മുടെ പരിസരത്ത് 19 കൊല്ലം PTA പ്രസിഡന്റായി നിൽക്കാനുള്ള അവസരം കിട്ടി. ജില്ലാ പഞ്ചായത്തിന്റെ വിജയപേരി പരിപാടി പോലും അതിന് പോലും കാരണമായി ചില പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം ഓലഷെഡ് ഒഴിവാക്കിയ സ്കൂൾ എന്ന ബഹുമതി കൽപ്പകഞ്ചേരി സ്കൂളിലാണ്. അതേപോലെ തന്നെ അവിടുത്തെ ഷിഫ്റ്റ് സമ്പ്രദായം മാറ്റാൻ വേണ്ടി പരിശ്രമിച്ച് PTA ഫലമായിട്ടാണ്. അതേപോലെ അവിടുത്തെ അധ്യാപകർ നടത്തിയുള്ള സഹകരണം ആ സ്കൂളിന്റെ പുരോഗതിക്ക് വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ആ അധ്യാപകന്മാർ കുട്ടികൾക്ക് പ്രത്യേക സ്പെഷ്യൽ ട്യൂഷൻ രാത്രി പോലും ഇരുത്തി. പിന്നീട് ജില്ലാ പഞ്ചായത്ത് അത് ചെയ്ത് ജില്ലാ പഞ്ചായത്ത് അത് ജില്ലയിൽ തന്നെ മൊത്തത്തിൽ നടപ്പിലാക്കി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പരിശ്രമങ്ങൾക്ക് ഇവിടുത്തെ അധ്യാപകന്മാർ വ്യത്യസ്ത വീക്ഷണമുള്ള ആളുകളുണ്ട്. PTA കാര്യത്തിൽ എല്ലാവരും ഒറ്റ സ്വരമായിരുന്നു, ഒറ്റ അഭിപ്രായമായിരുന്നു. ആ രീതിയിൽ കാര്യങ്ങൾ നടത്തുവാനും അവരെ സ്കൂളിനെ ഈ ക്ലാസ് മുറികളില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നത്, മരച്ചുകൊട്ടിയിൽ നടത്തിയിരുന്ന ക്ലാസ്, വരാന്തയിൽ നടത്തിയിരുന്ന ക്ലാസ് ഒക്കെ ഒഴിവാക്കി ആവശ്യമായ കെട്ടിടങ്ങൾ പല മേഖലയിൽ നിന്നായി. ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി ഫണ്ട് ഉണ്ടാക്കി, വരാത്ത വലസാഹിബിന്റെ ഫണ്ട് കൊണ്ടുവന്നു. അങ്ങനെ തുടങ്ങി എല്ലാ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഫണ്ട് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും കിട്ടാവുന്ന ഫണ്ടുകളൊക്കെ വാങ്ങി കെട്ടിട സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി. ഇനി ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ എന്തൊക്കെയാണ് സംവിധാനം അത് നമുക്കുണ്ടാക്കണം. ഇപ്പൊ മുടി സാഹിബിന്റെ സമയത്ത് നമുക്കറിയാം, കേരളത്തിൽ UDFന്റെ ഒരു പഴയ പ്രഖ്യാപനമാണ് എല്ലാ പഞ്ചായത്തിലും ഹൈസ്കൂൾ. അത് CHന്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. പിന്നീട് നമ്മൾ ഉണ്ടായി UDFന്റെ ഈ ഭരണം വന്നപ്പോഴുണ്ടായ നമ്മുടെ ഒരു തീരുമാനമായിരുന്നു എല്ലാ മണ്ഡലത്തിലും ഓരോ കോളേജ്. അങ്ങനെയാണ് താനൂര്, മങ്കട, തവനൂര് കോളേജുകൾ വന്നത്. അതിനൊക്കെ പിന്നീട് അവിടുത്തെ അവകാശപ്പെടുന്നത് ഞാൻ കൊണ്ടുവന്നതാണ്. പക്ഷെ UDFന്റെ തീരുമാനം എല്ലാ മണ്ഡലം, കേരളത്തിലെ 140 മണ്ഡലത്തിലും കോളേജ്, അതുപോലെ 14 ജില്ലയിലും മെഡിക്കൽ കോളേജ്, പാലക്കാടും ഇടുക്കിയിലും വയനാടും മലപ്പുറത്തും ഒക്കെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ തീരുമാനിച്ച UDF ആണ്. എല്ലാവർക്കും അറിയാം. ഗവൺമെന്റ് മാറിയപ്പോ അതിന്റെ പ്രവർത്തനങ്ങളെ, അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സ്തംഭിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതിന്റെ ഒക്കെ ആ തീരുമാനങ്ങളൊക്കെ ആ നയപരമായ തീരുമാനമെടുത്തൊക്കെ UDF ആണ് എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിൽ. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ മമ്മൂടി സാഹിബ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കോളേജുണ്ട്, തുഞ്ചൻ മെമ്മോറിയൽ കോളേജ് ഇവിടെ ഉണ്ട്, സർവകലാശാല തന്നെ ഇവിടെ വന്നു, ആസ്ഥാനം വന്നു മലയാളത്തിന്റെ. എന്നാൽ ഒരു കോളേജ് കൂടി എയ്ഡഡ് മേഖലയിൽ ആദവനാട് അനുവദിക്കുവാൻ ഉള്ള പരിശ്രമം നടത്തുകയില്ല. നമ്മുടെ ജില്ലയിൽ അങ്ങനെ രണ്ടാമതൊരു കോളേജ് കിട്ടിയത് കേരളത്തിൽ തന്നെ വേറുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് മമ്മൂട്ടി സാഹിബിന്റെ കരുത്തുകൊണ്ടാണ്, അത് ഇതിന്റെ ഒരു പ്രത്യേകമായ പരിശീലനം കൊണ്ടാണ്. ഇനി എത്രമാത്രം കോളേജുകളാണ് നമ്മുടെ രീതിയിലുള്ളത്, എത്രമാത്രം ഇത്ര കോളേജുകളുള്ള മണ്ഡലം വേറുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഇനി ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ വിദേശത്തേക്ക് വരെ, സർവകലാശാലയിലേക്ക് വരെ ഇവിടുന്ന് കുട്ടികൾ പോകുന്നുണ്ട്. കരുണാത്തുണ്ടിയിൽ നിന്ന്, ഇവിടെ കൽപ്പകഞ്ചേരിയിൽ നിന്ന്, വളവരിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. അവർക്കൊക്കെ തൃപ്തികരമായ ആവശ്യമായ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. ഈ കരുണാത്തുണ്ടി എന്ന് പറയുന്ന വളവന്നൂരും കൽപ്പകഞ്ചേരിയിൽ ചേരുന്ന ഈ സ്ഥലം വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു നിലമാണ്.
ഇവിടെയുള്ള എത്രയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഉള്ള ഒരു സ്ഥലം നമ്മുടെ പരിസരത്തൊന്നും വേറെ ഇല്ല. അതുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ളൊരു പുരോഗതിയും വളർച്ചയും ഉള്ള കോളേജുകളിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരാനും കോഴ്സുകളെ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും അതേപോലെ അതിനനുബന്ധമായി വരുത്തേണ്ട എന്തൊക്കെ ക്രമീകരണങ്ങളാണ് വേണ്ടത് അതിനുവേണ്ട പരിശ്രമങ്ങളും ഒക്കെ നടത്തും എന്ന് ഈ സംശയിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പലയിടങ്ങളിലും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങൾ അതിലേക്ക് പ്രതിഫലനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള തെറ്റുകളിലേക്കുള്ള ഇങ്ങോട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സംഭവം തിരൂരിലില്ല. എല്ലാവരും വളരെ തൃപ്തിയോടുകൂടി ആണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇടതുപക്ഷ സുഹൃത്തുക്കൾ പോലും നിങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട് എന്ന് പലരും പറയുകയില്ല. എന്നോട് വോട്ട് തരാൻ ചിലപ്പോൾ അവർക്ക് കഴിയുന്നില്ല. പക്ഷേ വ്യക്തിപരമായി എന്റെ ഒരു സാന്നിധ്യം ഉണ്ടായതിനെ അവരൊക്കെ എന്നെ അഭിനന്ദിക്കുന്നുണ്ട്. അതെനിക്ക് വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. വോട്ട് തരാൻ ചില പ്രയാസമല്ല അവർക്ക്. പക്ഷെ എങ്കിലും എന്നെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ വന്ന് നന്നായി, നിങ്ങളുണ്ടായത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, നിങ്ങളാണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ CPM-ലെ പ്രമുഖന്മാരായ ആളുകൾ, ഞാൻ പേര് പറഞ്ഞത് ശരിയല്ലല്ലോ, ഈ മണ്ഡലത്തിൽ പല പ്രദേശങ്ങളിലും. എന്താണ് അവസാനമായി വോട്ടർമാരോട് പറയാനുള്ളത്? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ നിങ്ങളിൽ മുഴുവനായിരിക്കും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് എന്നെ തല്ലാനും തലോടാനും അവകാശമുണ്ടായി.